കൗമാര കലോത്സവ ലഹരിയിൽ കൊല്ലം. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്ലാമർ മത്സരങ്ങൾ അരങ്ങ് തകർത്ത ആദ്യ ദിനം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മത്സരഫലങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുമ്പോൾ 172 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് മുന്നിലുള്ളത്. 167 പോയിന്റുമായി തൃശൂർ തൊട്ടുപിന്നിൽ തന്നെയുണ്ട്. വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്ന് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, ഏറ്റവും ഒടുവിലുള്ള പോയിന്റ് നില എങ്ങനെയാണ്? മത്സരങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ? ആദ്യ ദിവസം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ഏത് തരത്തിലാണ്? മത്സരങ്ങൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടോ? വിവരങ്ങൾ എന്താണ് ഷഹദ് റഹ്മാൻ? അങ്ങനെ കൊല്ലത്ത് കലോത്സവം പുരോഗമിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ജില്ലകളും നടത്തുന്നത്. ഇപ്പോൾ തൃശ്ശൂരും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയുമാണ് കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത്. തൊട്ടുപുറകിൽ ആതിഥേയമായ ജില്ല കൊല്ലവുമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയുമുണ്ട്. കണ്ണൂർ ജില്ലയാണ് നിലവിലെ സാഹചര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ നിലയൊക്കെ മാറിമറിയും. തുടക്കം മുതൽ തന്നെ കോഴിക്കോട് ജില്ലയാണ് ലീഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത്തവണയും കോഴിക്കോട് തന്നെ കപ്പ് കൊണ്ടുപോകുമോ എന്ന കാര്യമാണ് കോഴിക്കോട്ടുകാർ ഉറ്റുനോക്കുന്നത്. എന്നാൽ അതേ സമയത്ത് കൊല്ലംകാര് ഈ കപ്പ് ഇവിടെ നിലനിർത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടവും കാഴ്ചവെക്കുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പം ഉള്ളത് മലപ്പുറത്ത് നിന്നുള്ള മിടുക്കികളാണ്. സംഘനൃത്തം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് കുറച്ച് മിടുക്കികളെ കിട്ടിയിട്ടുള്ളത്. ഹായ്, ഹലോ. മലപ്പുറം എവിടുന്നാ വരുന്നത്? അരിയല്ലൂർ. സ്കൂളിന്റെ പേരെന്താ? മാധവാനന്ദം MBHS. ആദ്യമായിട്ടാണോ? നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാ? +1 സയൻസ്. ഇതിന് മുൻപ് സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായി കളിച്ചു. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ സബ്ജക്ട്? എന്തായിരുന്നു സബ്ജക്റ്റ്? കാളിയായിരുന്നു ഞങ്ങളുടെ ഡാൻസ്. നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? വരദം കരമതിലരുളും കാളി തിരുരൂപം ഓക്കെ, അടിപൊളി. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കൈ അടിക്കേണ്ടി വരും. ഇപ്പം എത്ര കാലമായി ഇപ്പം ഇത് പഠിക്കുന്ന എല്ലാവരും? +1 സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റേറ്റിന് വേണ്ടി. എല്ലാവരും ഒരേ ക്ലാസ്സിലൊക്കെ തന്നെയാണോ? അല്ല, വേറെ ക്ലാസ്സിലാണ്. കൊല്ലത്തെത്തി കൊല്ലമൊക്കെ കണ്ടോ? ഇനി കൊല്ലം കാണാനുള്ള പരിപാടി ഉണ്ടോ? വേറെ അധികം മത്സരങ്ങളുണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. എന്തായാലും മത്സരങ്ങൾ അങ്ങനെ വിവിധ ഇടങ്ങളിൽ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. ഇത് മലപ്പുറത്ത് നിന്നുള്ള ടീമാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. ഒരുപക്ഷെ നാളെ നേരം വെളുക്കുമ്പോഴേക്കും സ്ഥിതി മാറിമറിയും. ഒരുപക്ഷെ ഇപ്പോൾ ലാസ്റ്റുള്ള ജില്ല മുന്നിലെത്തും, മുന്നിലുള്ള ജില്ല ലാസ്റ്റിലെത്തും. എന്തായാലും അവസാന ദിനം വരെ കാത്തിരിക്കണം. എന്തായാലും ഈ കലയുടെ മേളം അതിവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ കാണാം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം. പ്രസംഗ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മലപ്പുറം പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ആൻമരിയ 1ാം സ്ഥാനം നേടിയത്. ആൻമരിയയ്ക്കൊപ്പം സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. അതിലേക്കാണ് ഇനി. ഒരു വശത്ത് മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ ഇങ്ങനെ കത്തിക്കയറുകയാണ്. മറുവശത്ത് പ്രസംഗ മത്സരങ്ങളുണ്ട്. പ്രസംഗ മത്സരത്തോടൊപ്പം തന്നെ കഥാപ്രസംഗ മത്സരത്തിലും പങ്കെടുക്കാനായി എത്തിയ ആൻമരിയ നമുക്കൊപ്പം ഉണ്ട്. ആൻമരിയ, മോളുടെ സ്കൂൾ ഏതാണ്? GHSS പൂക്കോട്ടുംപാടം, മലപ്പുറം ജില്ലയിൽ നിന്നാണ് അല്ലേ? ഈ പ്രസംഗ മത്സരം അത് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, ഈ ചെറുപ്പത്തിലെ പ്രസംഗത്തിനോട് ഇഷ്ടമുണ്ടോ? ചെറുപ്പത്തിലെ പ്രസംഗത്തിനോട് എൻ്റെ പപ്പ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. എൻ്റെ അപ്പ നന്നായിട്ട് നല്ല പ്രസംഗികനാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന കുറെ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല സുകുമാർ അഴീക്കോടിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കാറുണ്ടോ? രാഷ്ട്രീയം ഇഷ്ടമാണോ? രാഷ്ട്രീയം പൊതുവെ ഇഷ്ടമാണ്. കാരണം
നമുക്കറിയില്ലല്ലോ എന്താ നടക്കുന്നേ, പെട്ടെന്നാണ് രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ മാറി പറയുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ 5 മിനിറ്റ് മുമ്പ് വിഷയം തരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു വിവരം വേണം, അറിവ് വേണം ഇതിനെ കുറിച്ചൊക്കെ, എന്ത് നടക്കുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ ഇത്തവണത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണത്തെ മത്സരം വളരെ നന്നായിരുന്നു. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. മറ്റേത് നമുക്ക് 5 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ തരുമായിരുന്നു. ഇപ്രാവശ്യം സിംഗിൾ ഐറ്റത്തിന് 2 മിനിറ്റും പ്രസംഗത്തിന് 3 മിനിറ്റേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. നന്നായി തന്നെ പെർഫോം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ. പിന്നെ ഉള്ളതൊക്കെ വരട്ടെ അല്ലെ. വന്നോ? റിസൾട്ട് വന്നു, എ ഗ്രേഡ്. വാവ്, അത് ഞാൻ അറിഞ്ഞില്ല. അടിപൊളി, എ ഗ്രേഡ് കിട്ടി. അടിപൊളി, നന്നായി. അപ്പൊ പ്രസംഗം എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അത് എത്രത്തോളം. പക്ഷെ മോള് കഥാപ്രസംഗ മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഏത് കഥാപ്രസംഗമാണ് ഏറ്റവും കൂടുതൽ പറയാൻ ഇഷ്ടം? അതിന്റെ ഒരു ചെറിയ പോർഷൻ ഒന്ന് അവതരിപ്പിക്കാം. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ പേര് ജീവിതമാണ് ലഹരി എന്നാണ്. സഹൃദയരായ കലാസ്നേഹികളെ, ഇതുപോലെ എത്ര കൗമാരങ്ങൾ, യൗവനങ്ങൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പേരിൽ കാരാഗ്രഹത്തിൽ എരിഞ്ഞെരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നിതിൽ നിന്ന് നമ്മുടെ നാടിനും സഹോദരങ്ങൾക്കും ഒരു മോചനം ലഭിക്കും. നമ്മുടെ നിയമഘടനയ്ക്ക് എന്നതിന് ഒരു അറുതി വരുത്തുവാൻ സാധിക്കും. ജീവിതമാണു ലഹരി, ലഹരിയല്ല ജീവിതം. ജീവിതമാണു ലഹരി, ലഹരിയല്ല ജീവിതം. അടിപൊളി, നന്നായി. അതിന്റെ ആ ഒരു സന്ദേശം വളരെ നല്ലതാണ് അല്ലെ. നിങ്ങൾ കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ ഇടയിൽ നല്ലൊരു സന്ദേശം പകരാൻ കൂടി ഇത് ഉപയോഗിക്കുന്നു അല്ലെ. പിന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇഷ്ടം ഈ പ്രസംഗവും കഥാപ്രസംഗവും അല്ലാതെ? എനിക്ക് കൂടുതൽ ഇഷ്ടം പ്രസംഗിക്കാനും എഴുതാനുമാണ്. എന്താ എഴുതുക? കവിത എഴുതുമോ? കവിതയല്ല, ഞാൻ പൊതുവെ നിരൂപണങ്ങൾ. വെരി ഗുഡ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും നല്ല ഒരു സന്തോഷമുണ്ട് മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത്. അതോടൊപ്പം തന്നെ കഥാപ്രസംഗത്തിലും നന്നായി വരട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു ആൻ മരിയ. 4ാം ക്ലാസ്സിൽ കലോത്സവ വേദിയോട് വിട പറഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം അതേ വേദിയിൽ നൃത്തം ചിട്ടപ്പെടുത്തി തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് പ്രമുഖ കൊറിയോഗ്രാഫർ ബിജു ധ്വനിതരംഗ്. നടി ആശാ ശരത് അവതരിപ്പിച്ച സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം ചെയ്തത് എറണാകുളം സ്വദേശിയായ ബിജു ധ്വനിതരംഗാണ്. അങ്ങനെ കൊല്ലത്ത് കലോത്സവം പൊടിപിടിക്കുകയാണ്. ഈ വേളയിലാണ് നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നത്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നിരവധി സിനിമകൾക്ക് കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ള കോറിയോഗ്രാഫറാണ് ബിജു ധ്വനിതരംഗ് എന്നാണ് പേര്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഇത്തവണ ഈ കലോത്സവ വേദിയിൽ എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം ഇത്തവണ ആശാ ശരത്തിൻ്റെ ഈ നൃത്താവിഷ്കാരം കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ബിജു ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കലോത്സവ വേദിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ആളാണ്. വീണ്ടും അതേ വേദിയിലേക്ക് തിരിച്ചു വരികയാണ്. എന്ത് തോന്നുന്നു? ഞാൻ കുറേ നാൾ മുമ്പ്, അതായത് 54ാമത് കലോത്സവത്തിൽ ഇതേപോലെ ഒരു അവതരണകാലം ചിട്ടപ്പെടുത്തിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് 64ാമത്തത് ആഫ്റ്റർ 8 ഇയേഴ്സാണ്. അതിനൊരു അവസരം കിട്ടിയിട്ട് എനിക്ക് ആശ ചേച്ചി മൂലം തന്നെയാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്. വീണ്ടും ഇങ്ങനെ ഒരു കലോത്സവ വേദി വരാൻ പറ്റിയല്ലോ, വളരെ സന്തോഷമാണ്. അപ്പം ഈ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിർത്തി, പക്ഷേ സിനിമയിൽ അറിയപ്പെടുന്ന കൊറിയോഗ്രാഫറായി, റിയാലിറ്റി ഷോകളിലെ കൊറിയോഗ്രാഫറായി, ചാനലുകളിൽ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പം അതെങ്ങനെ നിലനിർത്തി? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ പ്രൊഫഷൻ ഈ നമ്മുടെ ഡാൻസ് തന്നെ പല ഡീവിയേഷൻ ഉണ്ട്, പല ഡിവിഷൻസും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ഡീവിയേറ്റ് ചെയ്തത് വേറൊരു തലങ്ങളിലേക്ക്, അതായത് ഡാൻസ്, സിനിമ എന്നുള്ള തലങ്ങളിലേക്കാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇന്നിപ്പം ഇവിടെ നൃത്താവിഷ്കാരം ആശാ ശരത്ത് എന്തൊക്കെയായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ എന്ത് കൊണ്ടുവരണം എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത് യുവജനോത്സവം കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മുടെ മെയിൻ ഇത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ കുറിച്ചും പിന്നെ ഈ അവതരണ കാരണത്തിൽ കൂടുതലായിട്ട് കൊല്ലത്തേക്കുള്ള ഒരു കുറച്ച് ഇതുണ്ടായിരുന്നു, കുറച്ച് സന്ദേശങ്ങൾ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി അത് എനിക്ക് ഉപയോഗിക്കാൻ കുറച്ച് പറ്റി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ മേഖലകളിലും നല്ല അവസരങ്ങളുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം മോണിറ്ററി സൈഡിൻ്റെ ബേസ് ആണല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും സാധ്യതകൾ കൂടുതലാണ് ഇപ്പോഴത്തെ സമയത്ത്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മൾ ഈ പഠിച്ച ഡാൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു സാധ്യതയല്ല, അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയില്ല, അതില്ല. ഇപ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതെല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അപ്പം ബിജു ചേട്ടനെ സംബന്ധിച്ച ഈ കലോത്സവം എന്ന് പറയുന്നത്, കൊല്ലത്തെ കലോത്സവം എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യലാണ്. അപ്പം ബിജു ചേട്ടന് കൂടുതൽ ഇനി പ്രൊജക്റ്റുകൾ ഉണ്ടാകട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമുക്ക് വീണ്ടും ഇത്തരത്തിൽ ടെലിവിഷനിലും സിനിമയിലും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ അർഷകിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം.
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ദേവനന്ദ മികച്ച പ്രകടനമാണ് കലോത്സവ വേദിയിലും കാഴ്ചവെച്ചത്. കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദ ഗസൽ ആലാപനത്തിൽ എ ഗ്രേഡാണ് സ്വന്തമാക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. മലബാറിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ഇനമാണ് ഗസൽ. കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കാണികളെ ആകർഷിച്ച ഒരു ഇനം കൂടിയാണ് ഗസൽ. അപ്പോൾ മലബാറിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്നും എത്തിയ വിദ്യാർത്ഥിനിയാണ് നമുക്കൊപ്പം ഉള്ളത്. ദേവനന്ദയാണ്. ദേവനന്ദയുടെ ഗസൽ പെർഫോമൻസിലേക്ക്. ഇപ്പം ഗസല് തകർത്തു. ഇപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. പ്രത്യേകിച്ച് എ ഗ്രേഡ് ആണല്ലേ. ഇതിപ്പോൾ എത്രാം തവണയാണ് വരുന്നത്? ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് ടൈമാണ്. ഗസല് കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗസലിന് പുറമെ അതിപ്പം ഇതിപ്പോൾ നമ്മൾ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത പാട്ടാണ്. ഇനി അതിന് പുറത്ത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ സിനിമ ആ ഒരു ടൈപ്പ് ഗാനത്തിലേക്കും കൂടി ഒന്ന് പോയാലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് പാട്ടും തകർത്തു. ഇനിയിപ്പം മാപ്പിളപ്പാട്ടും കൂടി ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പം അതിലും എന്തായാലും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ, എ ഗ്രേഡ് കിട്ടട്ടെ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും കൂടുതൽ വിവരങ്ങൾ എത്താൻ പറ്റിയട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ദേവനന്ദയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇനി മാപ്പിളപ്പാട്ട് കൂടി ഉണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി നമ്മൾ നല്ലതാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോര്. മോദിയുടെ റോഡ് ഷോ കൊണ്ട് BJPക്ക് രാഷ്ട്രീയമായ ഒരു നേട്ടവും ഉണ്ടാവില്ലെന്ന് LDF UDF നേതാക്കൾ പ്രതികരിച്ചു. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പ്രധാനമന്ത്രിയെ കളത്തിലിറക്കി കേരളത്തിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് BJP തുടക്കമിട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ള വിമർശനങ്ങളിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലും തുടങ്ങി. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടെന്നും കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസെന്നും MV ഗോവിന്ദൻ. കള്ളക്കടത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിനില്ല. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ പിടിക്കാത്തത്? ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന്? തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ CPM ശ്രമമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ CPM സംഘപരിവാർ നടത്തുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതുണ്ടാവും. അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. BJP കേരളത്തിൽ പച്ചതൊടില്ലെന്നും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്നും ET മുഹമ്മദ് ബഷീർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് പച്ച തൊടാതെ ഇവിടെ വിട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അവരെ പൂജ്യമാക്കി വിട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ BJPയുടെ സങ്കല്പങ്ങളെ തകർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അലയൻസ് വമ്പിച്ചതുള്ള പെർഫോമൻസ്, കളർഫുൾ പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തും. മോദിയുടെ പരാമർശങ്ങളിൽ മന്ത്രിമാരടക്കം രൂക്ഷ വിമർശനമാണ് BJPക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ഉയർത്തുന്നത്. സർക്കാരിനെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നു. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം.
പ്രധാനമന്ത്രി പ്രസംഗിച്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ചാണകവെള്ളം തെളിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ BJP പ്രവർത്തകർ. ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയതോടെ പോലീസ് ഇടപെട്ടു. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരെയും പ്രതിഷേധമുണ്ടായി. തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റിയതിനെതിരെയായിരുന്നു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. വേദിയിരുന്ന സ്ഥലത്ത് ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കാനുള്ള നീക്കം യുവമോർച്ച BJP പ്രവർത്തകർ തടഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചു. സംഘർഷത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ സംഘർഷം അഴിച്ചുവിട്ട BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായതുമില്ല. ജനാധിപത്യ സമരങ്ങളെ ഫാസിസ്റ്റ് രീതിയിൽ BJP നേരിടുന്നുവെന്ന് KSU ആരോപിച്ചു. എന്നാൽ ആഭാസകരമായ സമരവുമായി വന്നാൽ ഇനിയും ആക്രമിക്കുമെന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷിന്റെ വെല്ലുവിളി. ഞങ്ങളുടെ സ്ഥലത്ത് അതിക്രമിച്ചു വന്ന് ചാണകവെള്ളം തളിക്കാൻ KSUക്കാരൻ മുതിർന്നാൽ, അതിന് പോലീസ് ഒത്താശ ചെയ്താൽ ഞങ്ങൾക്ക് എന്തൊക്കെ മാർഗം സ്വീകരിക്കാൻ സാധിക്കും? മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ബാധകമല്ല, ഞങ്ങൾ തടയും. പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്ന വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ നടത്തിയ നീക്കം വരേണ്യ മനോഭാവത്തിന്റെ ഭാഗമെന്ന് K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത്? കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയതായും BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. 24 തൃശൂർ. ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 9 ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ഈ മാസം 22 വരെയാണ് ട്രെയിനുകൾ വഴിതിരിച്ചുവിടുക. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്നുണ്ട്. ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകൾ കോട്ടയം വഴിയും, കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ആലപ്പുഴ വഴിയുമാണ് തിരിച്ചുവിടുന്നത്. ജനുവരി 22-ന് മംഗലാപുരം എക്സ്പ്രസ്, ജനുവരി 22-ന് ആലപ്പുഴ വഴിയായിരിക്കും യാത്ര നടത്തുക. അപ്പം മധുരൈ തിരുവനന്തപുരം എക്സ്പ്രസും ഈ ദിവസം ആലപ്പുഴ വഴിയായിരിക്കും യാത്ര നടത്തുക. ഒപ്പം നിലമ്പൂർ റോഡ് കൊച്ചുവേളി രാജധാനി എക്സ്പ്രസും ഇതേ ദിവസം ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ നേത്രാവതി എക്സ്പ്രസ് ജനുവരി 4 മുതൽ 12 വരെ കോട്ടയം വഴിയായിരിക്കും സർവീസ് നടക്കുക. ഇത് ആലപ്പുഴ വഴി ഓടുന്നൊരു ട്രെയിൻ ആയിരുന്നു. എന്തായാലും ഈ ട്രാക്ക് റൂട്ട് മാറ്റിയതിന്റെ ഭാഗമായി അധിക സ്റ്റോപ്പുകളും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. കോട്ടയം വഴി ഉള്ള ട്രെയിനുകൾക്കും ഒപ്പം ആലപ്പുഴ വഴി മാറ്റിയ ട്രെയിനുകൾക്കും പ്രത്യേകം ഇതിനടുത്തുള്ള സ്റ്റോപ്പുകളും റെയിൽവേ പ്രത്യേകം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്നാലും ട്രാക്കിൽ അറ്റകുറ്റപ്പണിയാണ്. ട്രാക്കുകൾ മാറി റൂട്ട് മാറ്റി വണ്ടി ഓടിക്കാൻ റെയിൽവേ പ്രേരിപ്പിച്ച ഘടകം. പണി ട്രാക്കിലെ വർക്ക് ക്രമീകരിക്കുന്നതനുസരിച്ച് ആലപ്പുഴ കോട്ടയം റൂട്ടുകളിലായി വിവിധ ട്രെയിനുകളെ ക്രമീകരിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള ട്രെയിൻ സർവീസുകളും റെയിൽവേ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി റദ്ദാക്കുകയോ മറ്റും ചെയ്തിട്ടില്ല. നിലവിൽ ട്രെയിനുകൾ വഴി തിരിച്ചുവിട്ടുകൊണ്ടുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ക്രമീകരണമാണ് റെയിൽവേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീച്ചിട്ട് AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജസ്ന തിരോധാന കേസിൽ CBI റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തിരോധാനത്തിന് മതതീവ്രവാദവുമായി ബന്ധമില്ല എന്നാണ് CBI കണ്ടെത്തൽ. ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരോധാനത്തിന് മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന സംശയം ആദ്യം മുതൽ നിലനിന്നിരുന്നു. ഇതിനാണ് CBI റിപ്പോർട്ടോടെ വ്യക്തത കൈവരുന്നത്. നേരത്തെ ജസ്നയുടെ അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിലൊന്നും തെളിവ് കിട്ടിയില്ല. ജസ്ന സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടത്തി. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു. എന്നാൽ എവിടെയും ഒരു തെളിവും കിട്ടിയില്ല. കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരുമെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ CBI പറയുന്നു. അതേസമയം ജസ്ന തിരോധാന കേസിൽ CBI നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകി. ജസ്നയുടെ പിതാവിനാണ് തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചത്. ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് CBI
റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുൻപാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ വ്യക്തമാക്കിയത്. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള കോൺഗ്രസിൽ ചേർന്നു. ശർമിളയുടെ പാർട്ടിയായ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കരുതെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഭാരവാഹി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ നിർദ്ദേശം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം. വിജയം ഉറപ്പാക്കാൻ AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ YS ശർമിളയെ സ്വീകരിച്ചു. പിന്നാലെ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുന്നുവെന്ന് ശർമിളയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ശർമിളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ചതിനു സമാനമായ രാഷ്ട്രീയ ചെറിയ ചില തടസ്സങ്ങൾ നേരിട്ടതിൽ ഖേദിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന നിർദ്ദേശവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി. പാർട്ടിക്ക് കരുത്ത് കുറഞ്ഞ മണ്ഡലങ്ങളെയും പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയണം എന്നാണ് നിർദ്ദേശം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയുടെ പേര് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാക്കി മാറ്റിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കരുതെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഭാരവാഹി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ നിർദ്ദേശം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം. വിജയം ഉറപ്പാക്കാൻ കഠിനമായ ശ്രമം ആവശ്യമാണെന്നും ഖർഗെ ഓർമ്മിപ്പിച്ചു. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം. ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടർച്ചയായി നടത്തുന്ന യാത്രയായതിനാൽ ഭാരത് ന്യായ് യാത്രയുടെ പേര് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാക്കി കോൺഗ്രസ് മാറ്റി. യാത്രയുടെ പാതയിൽ അരുണാചൽ പ്രദേശ് കൂടി ഉൾപ്പെടുത്തി. भारत जोड़ो यात्रा से जो हमने सफलता हासिल की थी, भारत जोड़ो यात्रा का जो असर न केवल हमारे संगठन पर परंतु हमारे देश की राजनीति पर पड़ा, उसको हमें भूलना नहीं चाहिए, उसको आगे ले चलना चाहिए. इसलिए इस यात्रा का नाम भारत जोड़ो न्याय यात्रा होगा. ഈ മാസം 14 ആരംഭിക്കുന്ന യാത്ര 66 ദിവസം കൊണ്ട് 110 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി മുംബൈയിൽ അവസാനിക്കും. 24 ഡൽഹി. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള കോൺഗ്രസിൽ ചേർന്നു. ശർമിളയുടെ പാർട്ടിയായ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ YS ശർമിളയെ സ്വീകരിച്ചു. പിന്നാലെ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുന്നുവെന്ന് ശർമിളയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ശർമിളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ചതിനു സമാനമായ രാഷ്ട്രീയ നീക്കമാണ് ആന്ധ്രയിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശർമിളയ്ക്ക് സുപ്രധാന ചുമതലകൾ നൽകാനാണ് നീക്കം. 2009 YS രാജശേഖര റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ആന്ധ്രയിൽ കോൺഗ്രസിന് കനത്ത ആഘാതം സൃഷ്ടിച്ചിരുന്നു. ജഗൻമോഹൻ റെഡ്ഡിക്ക് മുഖ്യമന്ത്രി പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് YSRന്റെ ഭാര്യ YS വിജയമ്മ ജഗനെയും ശർമിളയും കൂട്ടി പാർട്ടി വിട്ടത്. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കമെന്ന് ആം ആദ്മി പാർട്ടി. തനിക്കെതിരെ EDയുടെ പക്കൽ തെളിവില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനാണ് BJPയുടെ ലക്ഷ്യമെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം കെജ്രിവാളിന് വീണ്ടും നോട്ടീസ് നൽകാനാണ് EDയുടെ തീരുമാനം. ഇന്ന് രാവിലെ ED അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമെന്നും അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുമുള്ള കുറിപ്പ് ആം ആദ്മി മന്ത്രി അതിഷിയാണ് എക്സിലൂടെ ആദ്യം പങ്കുവച്ചത്. മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രതികരണവുമായി എത്തി. പ്രചരിച്ചത് അഭ്യൂഹങ്ങൾ മാത്രമെന്നും കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡിന് പദ്ധതിയില്ലെന്നും ED വൃത്തങ്ങൾ അറിയിച്ചു. 3 സമൻസുകളും കെജ്രിവാൾ അവഗണിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് നൽകുമെന്നും EDയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്നും തന്നെ അറസ്റ്റ് ചെയ്യാനും പ്രതിച്ഛായ തകർക്കാനുമാണ് BJPയുടെ നീക്കമെന്നും അരവിന്ദ് കെജ്രിവാൾ. जो कुछ भी चल रहा है बहुत खतरनाक है. ये हमारे जनतंत्र के लिए बहुत गलत है. इसे रोकना होगा. मैं हमेशा देश के लिए लड़ा हूँ. मेरा तन मन धन देश के लिए है. मेरी एक एक सांस देश के लिए है. मेरी खून की एक एक बूंद देश के लिए है. मेरे शरीर का एक एक कतरा देश के लिए समर्पित है. हमें मिलकर देश को बचाना है. मैं पूरी जी जान से इनके खिलाफ लड़ रहा हूँ. आपका साथ चाहिए. ഡൽഹി മൊഹല്ല ക്ലിനിക്കുകൾക്കെതിരായ വ്യാജ ലാബ് ടെസ്റ്റ് അഴിമതി ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. 24 ഡൽഹി.
തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോട് 1 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന മാതൃ സഹോദരിയാണ് കൃത്യത്തിന് പിന്നിൽ. പ്രതി മഞ്ജുവിനെ വിളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. മാനസിക അസ്വസ്ഥതയുള്ള മഞ്ജു എന്ന യുവതിയാണ് സഹോദരി സിന്ധുവിന്റെ 3ാമത്തെ കുട്ടിയെ വീടിന്റെ പരിസരത്തെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. മാനസിക രോഗത്തിന് ഏറെ നാളായി ചികിത്സയിൽ കഴിയുന്നയാളാണ് മഞ്ജു. ഇതിനു മുമ്പും സമാന സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസിനോട് പറഞ്ഞത് 3 മാസത്തിന് മുമ്പ് ഈ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ശ്രമം നടത്തി. അന്ന് നടക്കാൻ പറ്റിയില്ല. ഇന്ന് ആ കുട്ടിയെ അമ്മ ഇത് ഉറക്കി കിടത്തിയിട്ട് തുണി കഴുകാൻ പോയ സമയത്താണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ കിണറ്റിനകത്തിട്ടത്. അടപ്പുള്ള കിണറാണ്. എന്നിട്ട് അടപ്പിനെ തുറന്നിട്ടാണ് എടുത്തിട്ടത്. കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ ശേഷം മഞ്ജു സമീപത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളോട് വിവരം പറയുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും വിളപ്പിൽശാല പോലീസും ഫയർഫോഴ്സും എത്തി കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബ പ്രശ്നങ്ങളാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജന്തർ മന്ദറിലെ ജൂനിയർ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഉറപ്പുമായി അഡ്ഹോക് കമ്മിറ്റി. താരങ്ങളോട് പരിശീലനം തുടരാനും മധ്യപ്രദേശ് ഗ്വാളിയോറിലെ ദേശീയ മത്സരങ്ങൾ ഉടൻ നടത്തുമെന്നും കമ്മിറ്റി അറിയിച്ചു. അടുത്ത മാസം മുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അഡ്ഹോക് കമ്മിറ്റിയുടെ ഉറപ്പ്. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസം തോറും മല ചവിട്ടുന്നത്. അതേസമയം അരവണ വിതരണത്തിൽ കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന പ്രതിസന്ധിക്ക് ഇന്നും പരിഹാരമായില്ല. തദ്ദേശഭരണ വകുപ്പിലെ സ്ഥലംമാറ്റ ഉത്തരവിൽ അടിമുടി പിഴവ്. സ്ഥലം മാറ്റിയപ്പോൾ ഉയർന്ന തസ്തികയിലുള്ളവർ താഴ്ന്ന തസ്തികയിലായി. ഒരു ഒഴിവിലേക്ക് 1-ലധികം പേർക്ക് നിയമനം നൽകി. വിവരശേഖരണത്തിലെ പാളിച്ചയാണ് പിഴവുകൾക്ക് കാരണമായത്. AI ക്യാമറകളുടെ പ്രവർത്തനത്തിന് കെൽട്രോണിന് പണം അനുവദിച്ച സർക്കാർ. ആദ്യ ഗഡുവായി 9.39 കോടി രൂപ നൽകാനാണ് ഉത്തരവ്. പണം കിട്ടാത്തതിനാൽ AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുന്ന ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചിരുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ ഒരു വിഭാഗം യുവ നേതാക്കളെ മാറ്റിയതിൽ അസ്വാരസ്യം തുടരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്തയിലെ അതൃപ്തർ പരാതി നൽകി. ഒഴിവാക്കിയവരെ തിരിച്ചു വിളിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന കൊല്ലം നഗരത്തിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ രാവിലെ മുതൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. വൈകിട്ടോടെ പാലക്കാട്, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മഴ ശക്തമായി. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ അടുത്ത 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നവകേരള സദസ്സിനായി പറവൂർ നഗരസഭാ സെക്രട്ടറി നൽകിയ പണം തിരികെ ലഭിച്ചു. സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകിയ പണമാണ് മടക്കി നൽകിയത്. കൗൺസിലിന്റെ അനുമതിയില്ലാതെയായിരുന്നു സെക്രട്ടറി പണം നൽകിയത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി. അത്താണിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയായ സെനാരിയോ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നഗരസഭാ കൗൺസിലിന്റെ അനുമതിയില്ലാതെ സെക്രട്ടറി പണം നൽകിയത്. സ്റ്റേജ് നിർമ്മാണത്തിനായി 1 ലക്ഷം രൂപ കൈമാറി. ഇത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച നഗരസഭാ അധ്യക്ഷ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കൗൺസിലിന്റെ വാദം അംഗീകരിച്ച കോടതി പണം തിരികെ നൽകണമെന്ന് ഉത്തരവിട്ടു. പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടെ നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുഴുവൻ തുകയും തിരികെ എത്തിയത്. അതേസമയം പറവൂരിലെ നവകേരള സദസ്സിനായി പിരിച്ച പണത്തിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കാത്തതിനെതിരെ മുൻ നഗരസഭാ ചെയർമാൻ വിജിലൻസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. 24 കൊച്ചി. ഇടുക്കി ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ MM ലംബോദരന്റെ സ്ഥാപനത്തിൽ കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന 12 മണിക്കൂർ പിന്നിട്ടു. രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും എന്നാണ് GST വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നികുതി വെട്ടിപ്പ് നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സുഗന്ധവ്യഞ്ജനങ്ങളും ചോക്ലേറ്റും വിൽക്കുന്ന ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിലാണ് പരിശോധന നടന്നത്. മിച്ചഭൂമി കേസിൽ CPIM നേതാവും തിരുവമ്പാടി മുൻ MLAയുമായ ജോർജ് M. തോമസിനെതിരെ ലാൻഡ് ബോർഡ് റിപ്പോർട്ട്. മിച്ചഭൂമി വിൽപ്പന നടത്തിയെന്നും ഭാര്യയുടെ പേരിൽ തിരിച്ചു വാങ്ങിയെന്നുമാണ് കണ്ടെത്തൽ. സംഭവത്തിൽ വിജിലൻസും അന്വേഷണം തുടങ്ങി. 2001 അഗസ്റ്റിൻ എന്നയാൾക്ക് വിൽപ്പന നടത്തിയ 1 ഏക്കർ ഭൂമി 21 വർഷത്തിനു ശേഷം ഭാര്യ ആനിസ് ജോർജിന്റെ പേരിൽ തിരികെ വാങ്ങി എന്നാണ് ലാൻഡ് ബോർഡ് കണ്ടെത്തൽ. മിച്ചഭൂമിയായി സ്ഥിരീകരിച്ച സ്ഥലമാണ് വിൽപ്പന നടത്തുകയും പിന്നീട് തിരിച്ചു വാങ്ങുകയും ചെയ്തത്. ഈ വസ്തുവിൽ 2 നില വീട് പണിയുന്നതായും ഓതറൈസ്ഡ് റിപ്പോർട്ടർ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് റിപ്പോർട്ട് നൽകി. ജോർജ് M. തോമസിന്റെ പിതാവിന്റെ കൈവശമുണ്ടായിരുന്ന 16.4 ഏക്കർ ഭൂമി മിച്ചഭൂമിയാണെന്ന് സ്ഥിരീകരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ 2000 താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് ജോർജ് M. തോമസ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു.
അപ്പീലിൽ തീരുമാനമാകുന്നതിന് മുമ്പ് ഇതിൽ ഒരേക്കർ അഗസ്റ്റിന് വിൽപ്പന നടത്തിയെന്നും 2022 മുക്കം സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന അഗസ്റ്റിനിൽ നിന്ന് ആനിസ് ജോർജിന്റെ പേരിലേക്ക് മാറ്റി എന്നുമാണ് കണ്ടെത്തൽ. ഇത്തരം ഇടപാട് നടന്നിട്ടില്ല എന്നും ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുമായിരുന്നു ജോർജ് എം തോമസ് പ്രതികരിച്ചിരുന്നത്. സംഭവത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ KPCC അധ്യക്ഷന് പരാതി നൽകാനൊരുങ്ങി തൃക്കാക്കര MLA ഉമാ തോമസ്. തൃക്കാക്കര മണ്ഡലത്തിലെ വിഷയങ്ങളിൽ MLAയെയും A ഗ്രൂപ്പിനെയും DCC പ്രസിഡന്റ് അവഗണിക്കുന്നുവെന്നാണ് പരാതി. തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി നിയമിച്ച ആൾക്കെതിരെ A ഗ്രൂപ്പിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. A ഗ്രൂപ്പ് പ്രവർത്തകർ ഇന്നലെ രാത്രി DCC ഓഫീസിലും പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റിനെതിരെ MLA പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കട്ടപ്പന പ്രത്യേക കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. കേസിൽ പ്രതി അർജുന് നോട്ടീസ് അയച്ച കോടതി ഹർജി ഈ മാസം 29-ന് പരിഗണിക്കാൻ മാറ്റി. തെളിവുകളുടെ അഭാവത്തിലായിരുന്നു വിചാരണ കോടതി പ്രതിയെ വെറുതെ വിട്ടത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നാണ് സർക്കാർ അപ്പീലിൽ വ്യക്തമാക്കുന്നത്. വിടവാങ്ങൽ കത്തിൽ വിശ്വാസികളോട് ഖേദപ്രകടനം നടത്തി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രോപ്പൊലീത്ത എന്ന നിലയിൽ ദൗത്യ നിർവഹണത്തിൽ ഉണ്ടായ പോരായ്മകളിലും കുറവുകളിലും ഖേദം പ്രകടിപ്പിക്കുന്നതായാണ് സഭാംഗങ്ങൾക്ക് അയച്ച വിടവാങ്ങൽ കത്തിൽ പറയുന്നത്. വിശ്വാസികൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും മാർ ജോർജ് ആലഞ്ചേരി അഭ്യർത്ഥിച്ചു. അതേസമയം കർദിനാളിന്റെ ഖേദപ്രകടനം വൈകിയ വേളയിലെന്ന് അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി. 2018 ഈ ഖേദപ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഭൂമി കച്ചവടത്തിലെ നഷ്ടം അതിരൂപതയ്ക്ക് സഹിക്കാനാകുമായിരുന്നു. എന്നാൽ അന്ന് താൻ രാജാവാണെന്ന് ധിക്കാരത്തോടെയുള്ള സമീപനമായിരുന്നു ആലഞ്ചേരിക്കെന്നും അൽമായ മുന്നേറ്റം വിമർശിച്ചു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാടിന് സമീപം ഗോപാലപുരത്ത് RSS പ്രവർത്തകന് വെട്ടേറ്റു. വണ്ണാമല സ്വദേശി നന്ദകുമാറിനാണ് വെട്ടേറ്റത്. ബൈക്കിലെത്തിയ 4 അംഗ സംഘം മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇടുക്കി മാങ്കുളത്ത് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിനോടനുബന്ധിച്ചുള്ള പവലിയൻ നിർമ്മാണത്തെ ചൊല്ലി നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ മർദ്ദിച്ചതായി പരാതി. പിന്നാലെ വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു. DFOക്കെതിരെ പോലീസ് കേസെടുക്കും എന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൊച്ചിയിൽ റോറോ സർവീസിൽ നിന്ന് വയോധികൻ കായലിൽ ചാടി. വൈക്കം സ്വദേശി ഗണേശനാണ് കായലിൽ ചാടിയത്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോയിലാണ് സംഭവമുണ്ടായത്. ഇയാളെ ജീവനക്കാർ രക്ഷപ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് തീപിടുത്തം. തൊഴിലാളികളുടെ വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. പുതുവത്സര രാത്രിയിൽ വാക്കുതർക്കത്തിനിടെ മധ്യവയസ്കൻ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. കോഴിക്കോട് തടമ്പാട്ട് താഴം സ്വദേശി അബ്ദുൽ മജീദിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. തമ്പാട്ട് താഴം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരൻ ജാവേദ് അഹമ്മദ് മട്ടു അറസ്റ്റിൽ. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഭീകരനെ പിടികൂടിയത്. ജമ്മുകശ്മീരിൽ നടന്ന 1-ലധികം ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട്. തൃശൂർ എരുമപ്പെട്ടിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശി സെബിയുടെ ഭാര്യ ഷീജയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിനിടെ MLAയും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കേറ്റം. കല്യാശ്ശേരി MLA M വിജിനും ടൗൺ SIയും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. SI മൈക്ക് പിടിച്ച് വാങ്ങിയെന്നും അധിക്ഷേപിച്ചെന്നും MLA ആരോപിച്ചു. SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും M വിജിൻ വ്യക്തമാക്കി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. പ്രകടനം കളക്ടറേറ്റിന്റെ 2ാം ഗേറ്റിലെത്തുമ്പോൾ പ്രവർത്തകരെ തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇതോടെ പ്രവർത്തകർ ഗേറ്റ് കടന്ന് കളക്ടറേറ്റ് വളപ്പിനുള്ളിൽ പ്രവേശിച്ചു. പിന്നാലെ സ്ഥലത്തെത്തിയ ടൗൺ SI PP ഷമീൽ MLA അടക്കമുള്ളവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ഉടൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് ഭീഷണി. ഉദ്ഘാടന പ്രസംഗത്തിനിടെ SI MLAയുടെ മൈക്ക് തട്ടിപ്പറിച്ചതോടെ വാക്പോര്. ഇതിനിടെ വനിതാ ഉദ്യോഗസ്ഥ കേസെടുക്കാനായി MLAയോട് പേര് ചോദിച്ചതും രംഗം വഷളാക്കി. SI അപമാനിച്ചെന്ന് M വിജിൻ. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വളരെ മോശമായി പെരുമാറുന്ന SIയുടെ സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല, അതിൽ പറ്റുന്നില്ല. അതല്ല, ഇതിനെ സംബന്ധിച്ച് ആലോചന കൂടി നടത്തിക്കൊണ്ട്, ഗൗരവമുള്ള ആലോചന നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന്
എം വിജിൻ വ്യക്തമാക്കി. 24 കണ്ണൂർ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.